ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹപൂർണ്ണമായ ദിവസമായി മാറട്ടെ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ പ്രോഗ്രാമിലേക്ക്, ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. നാം ആദ്യത്തെ ദിവസം തൊട്ട്, അതായത് ഓഗസ്റ്റ് 1 തൊട്ട് കേട്ട വചനങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. വചനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, സംസാരിച്ചു കൊണ്ടിരുന്നത്. ഞാൻ കേട്ടുകൊണ്ടിരുന്നതും അതുതന്നെയാണ്. നിങ്ങളോട് പറയുമ്പോൾ ഞാനത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? ആ വചനം 1 ദിവസം നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും, വചനം വായിച്ചാൽ കേട്ടാൽ അത് പാലിച്ചാൽ അനുഗ്രഹിക്കപ്പെടുമെന്നും അത് ഇന്നലെ വരെ എത്തിയപ്പോൾ ഹീബ്രൂസ്, ലെറ്റർ ടു ദി ഹീബ്രൂസ്, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4 അധ്യായം 12 വചനമായിരുന്നു. ലെറ്റർ ടു ദ ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 12. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണെന്നൊക്കെ പറയുന്ന വചനമാണ് നാം ഇന്നലെ കേട്ടത്. ഇന്ന് അതിനോട് ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 3 വാക്യം. 15 അധ്യായം 3 വാക്യം. അത് മുന്തിരിച്ചെടിയും ശാഖകളും എന്ന് പറയുന്ന ആ ഭാഗത്ത് 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതാണ്. അതായത് ദൈവവചനം നാം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അശുദ്ധതകളും പുറത്തേക്ക് കളയും. നമുക്കറിയാലോ, ഒരു വെള്ളം, ഒരു കലക്ക വെള്ളത്തിലേക്ക് ഇങ്ങനെ നല്ല വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ ആ കലക്ക വെള്ളമൊക്കെ മാറി അത് നല്ല വെള്ളമായിട്ട് മാറും. ദ വേർഡ് യു ഹാവ് ഓൾറെഡി ബീൻ ക്ലെൻസ്ഡ്, അതാണ് ഇംഗ്ലീഷിൽ പറയുക. ദ ഗോസ്പൽ ഓഫ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 3. You have already been cleansed by the word that I have spoken to you. അത് ഈശോ പറയുന്ന ഈ ഓരോ വചനങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. തമ്പുരാൻ ബൈബിൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക സമാധാനം, പ്രത്യേക സന്തോഷം, ഉള്ളിലെ അസ്വസ്ഥതകൾ, അശുദ്ധതകളൊക്കെ നീക്കാനായിട്ട് സഹായിക്കും. They are the source of spiritual cleansing and purification for those who believe and follow him. അതൊരു പ്രാവശ്യം സംഭവിക്കുന്നതല്ല. ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ഇവൻറ്റ്, ബട്ട് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അങ്ങനെ ഒരു പ്യൂരിഫിക്കേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായൊരു ശുദ്ധത, ക്ലെൻസിങ് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം നിരന്തരം വായിക്കണം, നിരന്തരം കേൾക്കണം. ഓഡിയോ ബൈബിൾ കേൾക്കാം, യാത്ര ചെയ്യുമ്പോൾ ബൈബിൾ കേൾക്കാം. അപ്പോൾ അതൊക്കെ ദൈവവചനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വസ്ഥതയാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റും. നമുക്ക് ചുറ്റും ഒരു വലിയ സംരക്ഷണ വലയം ദൈവവചനം തീർക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ വചനം വായിക്കണം. ഓരോ ദിവസവും ഒരു വചനമെങ്കിലും പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കണം. പ്രത്യേകിച്ചും എനിക്ക് യുവജനങ്ങളോടും കുഞ്ഞുങ്ങളോടും, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്ന വചനം, ഇത് കേട്ടില്ലെങ്കിലും നിങ്ങൾ ബൈബിൾ വായിച്ച് ഒരു വചനമെങ്കിലും മനഃപ്പാഠമാക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ആരുമായിക്കോട്ടെ, നിങ്ങൾ ആരുമായിക്കോട്ടെ, പക്ഷേ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാനായിട്ട് ഈ ലോകം തരുന്ന സന്തോഷമല്ല, വീണ്ടും പറയുന്നു, ലോകം തരുന്ന സന്തോഷമല്ല, ദൈവം തരുന്ന സന്തോഷം സ്വീകരിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക. സാധിക്കുമെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.